ഡിഫറെന്റ് കാറ്റഗറിയിൽ ജോലി ചെയ്യും. ഈ പ്രൊവിഡന്റ് ഫണ്ടിന്റെ ഇതിൽ ഈ സെക്ഷൻ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാല് ഈ ഹിൽ ഏരിയ ഒക്കെ പോട്ടെ. ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ, അതിന് എക്സാമ്പിൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർക്ക് എന്തുണ്ട്, വേറൊരു പ്രശ്നമുണ്ട്. ഇവർക്ക് വീട്ടിൽ പ്രൈവറ്റ് ആയിട്ട് എനിക്ക് നോക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് മറ്റുള്ളവരോട് അങ്ങനെ മെഡിക്കൽ കോളേജിലെ ഗവൺമെന്റ് സാലറി, മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സിന് മെഡിക്കൽ മീൻസ് അത് ഗവൺമെന്റ് അതോറിറ്റി ആണ്, ഗവൺമെന്റ് സാലറി ആയിരിക്കും മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സിന്. അപ്പൊ എന്താണ്, ഇവർക്ക് ഗവൺമെന്റ് നേരിട്ട് സാലറി കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഇവർക്ക് എന്ത് പറ്റുന്നില്ല, പ്രൈവറ്റ് ആയിട്ട് ഇവർക്ക് വീട്ടിൽ വെച്ച് കൺസൾട്ടേഷൻ നടത്തി ക്യാഷ് വാങ്ങാൻ ഉള്ള ഒരു ലീഗലി ഒരു ഇല്ല സംഭവം. സത്യത്തിൽ അങ്ങനെ ആളുകൾ ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു സംഭവമല്ല. അതുകൊണ്ട് എന്താണ്, ഇവർക്ക് എക്സ്ട്രാ ഒരു അലവൻസ് പോലെ ഗവൺമെന്റിന് വേറൊരു സാലറി ഇവർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അതൊക്കെ എന്തിൽ ഉൾപ്പെടുന്നു, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്നുള്ള ആ ഒരു സെക്ഷനിലാണ് ഇവർക്കൊരു ഫണ്ടല്ല, പക്ഷെ സാലറി എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഓക്കെ, അതിൽ ഉൾപ്പെടുന്നു. ഇതിൽ തന്നെ പിന്നെ അനദർ പ്രൊവിഡൻസ് ഫണ്ട്, അനദർ ആയിട്ട് കിട്ടുന്ന പ്രൊവിഡന്റ് ഫണ്ടിൽ ഉൾപ്പെടുന്നതാണ് ഹില്ലി ഏരിയയിലൊക്കെ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവില്ലേ, ഹിൽസ് ഏരിയ. അതായത് ഇവർക്ക് കുറച്ചൊരു ഹിൽസ് ഏരിയയിലൊക്കെ ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും അവിടെ പോയി വർക്ക് ചെയ്യാൻ, തിരിച്ചു വരാനും. ചിലപ്പോൾ അവർക്ക് അവിടെ താമസിക്കേണ്ടി വരും. അതായത് നമ്മളെ നാട്ടുമ്പുറത്തുള്ളപ്പോൾ ഫുൾ ഫെസിലിറ്റീസ് ഒന്നും കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഹിൽ ഏരിയയിൽ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സിന് എന്താണ്, കുറച്ച് ഒരു അനദർ പ്രൊവിഡന്റ് ഫണ്ട് പോലുള്ള എക്സ്ട്രാ ഒരു അലവൻസ് അനുവദിച്ചുകൊണ്ടുള്ള ഒരു സ്കീമും ഗവൺമെന്റ് അതോറിറ്റിയിലുണ്ട്. ഓക്കെ, പ്രൊവിഡന്റ് ഫണ്ട് സ്കീം, അത് പ്രൊവിഡൻസ് മീൻസ് എ പ്രൊവിഡന്റ് ടു ഫ്യൂച്ചർ. പ്രൊവിഡന്റ് ഫണ്ട് ഈസ് എ ഫണ്ട് വിച്ച് ഈസ് ക്രിയേറ്റഡ് ടു ഹെൽപ്പ് ദ ഇൻഡിവിജ്വൽ ഇൻ ഫ്യൂച്ചർ ആൻഡ് റിട്ടയർമെന്റ് ഓഫ് ദ. അതായത് ഇതൊക്കെ എപ്പോഴാണ് ഇവർക്ക് കിട്ടുന്നത്, ഓൾറെഡി ഈ ഒരു ഇങ്ങനത്തെ ഒരു സ്കീം ഒക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് അല്ലെങ്കിൽ ഇവർക്ക് ജോലി സർവീസ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ക്യാഷ് ഒക്കെ ഇവർക്ക് എങ്ങനെ എങ്ങോട്ട് കിട്ടുന്നത്, ജീവിതത്തിലെ ഫ്യൂച്ചറിലേക്കാണ് ഇതൊക്കെ ഉപകാരപ്പെടുന്നത് എന്നാണ് ഇതിലൊരു സത്യം. ഓക്കെ, ഫ്യൂച്ചറിലേക്കാണ് ഇങ്ങനെ കിട്ടുന്ന എക്സ്ട്രാ വേജസ് ഉണ്ടല്ലോ. അതായത് സാധാ ഇവർ ജോലി ചെയ്യുമ്പോൾ നോർമൽ സാലറി ഗവൺമെന്റിന് കിട്ടുന്നുണ്ട്. അല്ലാതെ ഇവർക്ക് ഫ്യൂച്ചറിലേക്ക് ഈ ഫണ്ടുകളും ഇങ്ങനെ ഹിൽ ഏരിയയിൽ ജോലി ചെയ്യുന്ന മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സിനൊക്കെ എക്സ്ട്രാ കിട്ടുന്ന ഒരു സംഭവമുണ്ട്. അതൊക്കെ എപ്പോഴാണ് ഇവർക്ക് കിട്ടുന്നതെന്നാ പറഞ്ഞത്, പിന്നെ അതായത് ഇവർക്ക് എപ്പോഴാണ് ആഫ്റ്റർ റിട്ടയർമെന്റ് ഓർ ഡെത്ത് എന്നുള്ള സമയത്ത്. ഡെത്ത് മീൻസ് ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അതല്ല മിസ് പറഞ്ഞത്, അവരെ മരണശേഷം അല്ല റിട്ടയർമെന്റിന് ശേഷമാണ് ഈ സ്കീമിലുള്ള സംഭവങ്ങളൊക്കെ ഇവർക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഓരോരോ വെറൈറ്റിയാണ് നമുക്ക് ഈ ഒരു സെക്ഷൻ പഠിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഓരോരോ സെക്ഷനിലേക്കുള്ള അറിവുകളൊക്കെ നമുക്ക് വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഈ ഒരു ഹിൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിന് ഇങ്ങനെയൊക്കെ ഒരു കൺസെഷൻ ഉണ്ടെന്നും, മെഡിക്കൽ കോളേജിൽ ചെയ്യുന്ന ഡോക്ടേഴ്സിന് പുറത്തു പോയിട്ട് പുറമെ രോഗികളെ നോക്കി കൺസൾട്ടേഷൻ നടത്തിയിട്ട് എക്സ്ട്രാ ഫീസ് ഒക്കെ വാങ്ങുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നുള്ള ലീഗലി ഒരു നിയമമുണ്ട്. അപ്പൊ അവർക്ക് മെഡിക്കൽ കോളേജ് ഒക്കെ ഗവൺമെന്റ് അതോറിറ്റി, അത് ഗവൺമെന്റ് സാലറി തന്നെയാണ്. അപ്പൊ എക്സ്ട്രാ അവർക്ക് അതിന് തന്നെ ഒരു എന്ത് കൊടുക്കുന്നുണ്ട്, മെഡിക്കൽ കോളേജ് മറ്റേത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു കൺസെഷൻ ഇവിടെ സാലറിയിൽ വിറ്റ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ അവർക്ക് എപ്പോഴാണ് ഒരു ഫണ്ട്, പ്രൊവിഡന്റ് ഫണ്ട് എന്ന രീതിയിൽ ഗവൺമെന്റ് എംപ്ലോയീസിന് കിട്ടുന്നത്. ഓക്കെ, അല്ലാതെ generally contributed by the employee. This amount is invested in government securities and a certain amount of interest came to balance the standing account of the employees. അതായത് അത് ഒരു സെക്യൂരിറ്റി എന്നാ പറയല്ലേ, അതൊരു സെക്യൂരിറ്റിയാണ്. കാരണം ഇത് മൊത്തത്തിൽ ഒരു സെക്യൂരിറ്റി ഫണ്ട് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ വിച്ച് ആർ ദ സെക്യൂരിറ്റി ഫണ്ട്, വെച്ച സെക്യൂരിറ്റി, കാരണം അവർക്ക് ഇപ്പൊ പർവ്വതത്തിന് മുകളിലും ഹിൽ ഏരിയ കുന്നിൻ പ്രദേശത്തൊക്കെ പല പ്രശ്നങ്ങളും. അപ്പൊ അതൊക്കെ ഒരു സെക്യൂരിറ്റി ലെവലിലാണ് എക്സ്ട്രാ എലവൻസ് ഇൻകം അവർ കൊടുക്കുന്നത്. ഓക്കെ, അതോ യൂണിവേഴ്സിറ്റി പേപ്പർ വാല്യൂഷൻ നമുക്ക് അറിയാലോ. നമ്മൾ യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് എംപ്ലോയീസ് ആയ മാഷുമാരും ടീച്ചേഴ്സും ഒക്കെ ഉണ്ട്, വലിയ വലിയ പ്രൊഫസേഴ്സ്. അവർക്ക് യൂണിവേഴ്സിറ്റി വാല്യൂഷൻ നടത്തുമ്പോൾ എക്സ്ട്രാ എന്ത് കൊടുക്കും, അത് നേരത്തെ പറഞ്ഞ മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറഞ്ഞില്ലേ, അവർക്ക് കിട്ടിയ പോലെ തന്നെ എഡ്യൂക്കേഷൻ ഫീൽഡിലും ഇത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിലാണ് വരിക കേട്ടോ. യൂണിവേഴ്സിറ്റി പേപ്പർ വാല്യൂഷൻ ഒക്കെ നടത്തുമ്പോൾ തന്നെ ഗവൺമെന്റ് വലിയ വലിയ ലെക്ചേഴ്സും അല്ലെങ്കിൽ PhD അല്ലെങ്കിൽ വലിയ വലിയ പ്രൊഫസേഴ്സ് ആയിരിക്കും. അവർക്ക് ഗവൺമെന്റ് സാലറി അല്ലാതെ എക്സ്ട്രാ എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു സെക്യൂരിറ്റി ലെവല് കൊടുക്കുന്നുണ്ട്. അതും ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സാലറിയാണ്. സെക്യൂരിറ്റി ഫണ്ട് എന്നുള്ള രീതിയിലാണ് ഇവർക്കും കിട്ടുന്നത്. ഓക്കെ, then unrecognized provident fund എന്നാണ്. അപ്പൊ recognized provident fund ആണ് നമ്മൾ പറഞ്ഞത്. unrecognized provident fund എന്താണെന്ന് നോക്കാം. The provident fund is not recognized by the
Commissioner of Income Tax, since the not recognized relief the granted access of purpose, it ordered to words or other words in either named of salutary provident for fund recognized provident fund. Such a fine is normally made by private employees. ഇത് unrecognized provident fund കിട്ടുന്നത് ആർക്കാണ്? പ്രൈവറ്റ് എംപ്ലോയീസിനുള്ളതാണ് അൺറെക്കഗ്നൈസ്ഡ്. മറ്റേത് റെക്കഗ്നൈസ്ഡ്. റെക്കഗ്നൈസ് എന്ന അംഗീകരിച്ചിട്ട് ഗവൺമെന്റ് അംഗീകരിച്ച്, അൺറെക്കഗ്നൈസ് അംഗീകൃതമല്ലാത്തത് മീൻസ് ഗവൺമെന്റ് ഓറിയന്റഡ് അല്ലാത്തത്, അഫിലിയേഷൻ ഗവൺമെന്റ് അഫിലിയേഷൻ ഇല്ലാത്തതാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ഇതില് പ്രൊവിഷൻ ഓഫ് പ്രൊവിഡന്റ് ഫണ്ട്സ്, അതായത് പ്രൊവിഷൻ ഓഫ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ടൈം ടേബിൾ, അതായത് ഒരു സെക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പേജ് നമുക്ക് അതായത് ടേബിൾ 7.1 ഓക്കെ. ഓക്കെ, പേജ് നമ്പർ 7.1 നിങ്ങളെ ടെക്സ്റ്റില് പേജ് 7 to 1 സെക്ഷനിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ടേബിൾ കാണാൻ പറ്റും. ഈ ടേബിളിൽ കറക്റ്റ് ആയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? പിന്നെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടും അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടും പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടും, ഈ മൂന്നെണ്ണം. അപ്പൊ റെക്കഗ്നൈസ് നമ്മൾ പറഞ്ഞു, അൺറെക്കഗ്നൈസ് പറയും പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, അതായത് ഡിഡക്ഷൻ ഓഫ് അവൈലബിൾ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം സബ്ജക്ട് ടു ലിമിറ്റഡ് സ്പെസിഫൈഡ് എമൗണ്ട്. അത് ലിമിറ്റ് സ്പെസിഫിക് ഒരു എമൗണ്ട്, അത് മാത്രം സാലറി, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് സാലറി, അതാണ് എന്ത് നമ്മൾ പറയുന്നത് ലാസ്റ്റ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. അപ്പൊ ഇത് മൂന്നും പേജ് നമ്പർ 7 to 1 സെക്ഷനിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഭാഗം നോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും, അതിൽ നിങ്ങൾക്ക് സെക്ഷൻ കറക്റ്റ് അതിലുണ്ടാവും. അപ്പൊ നിങ്ങൾ അതും അപ്പോൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം, അല്ലെങ്കിൽ അത് ആ വർക്ക് നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഓക്കെ, നെക്സ്റ്റ് അത് വർക്ക്, അത് ജസ്റ്റ് എത്രയാണ് എങ്ങനെയാണെന്നുള്ള ശതമാനം അതിന്റെ ഒരു വർഗീകരണമാണ്, ഒരു ചാർട്ട് ടേബിൾ ആണ്. ഓക്കെ, അത് സെക്ഷൻ 7 സെക്ഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ഓഫ് ഗൗരവ് മോദി ഫോർ, അത് 2023 ഒരു ചെറിയൊരു ചാർട്ട്, ഗവൺമെന്റ് സാലറീസിൽ വരുന്ന വേരിയേഷൻസ് കൊടുക്കുന്ന ഒരു ചാർട്ട് ഉണ്ട്. അത് കമ്പ്യൂട്ടേഷൻ ടാക്സബിൾ ഇൻകം എന്ന് അതിന്റെ പേര്. കമ്പ്യൂട്ടേഷൻ അത് പേജ് നമ്പർ 70 കഴിഞ്ഞിട്ട് 8 to 1 ഉണ്ട് കേട്ടോ. അത് കറക്റ്റ് ഒന്നോടനുബന്ധിച്ചുള്ള കമ്പ്യൂട്ടേഷൻ ചാർട്ടാണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ നോട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് certain other aspects of taxable salary. നെക്സ്റ്റ് ടാക്സബിൾ സാലറി ഏതൊക്കെയാണ്? സറണ്ടർ സാലറി, ടാക്സ് ഫ്രീ സാലറീസ് ആൻഡ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 8C. നമ്മൾ ഡിസ്കസ് ചെയ്തില്ല 1961 ഇൻകം ടാക്സ് ലോ അല്ലേ, ആ ഇൻകം ടാക്സ് ലോയിലാണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ വരുന്നത്. കാരണം ടാക്സ് ഇല്ലാത്തതും ടാക്സ് ഉള്ളതും നമ്മൾ എക്സംപ്റ്റഡ് സാലറി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. നമ്മൾ പറഞ്ഞു പെട്ടെന്ന് എന്തെങ്കിലും അത്യാഹിതം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ചൂരൽമല എക്സാമ്പിൾ ഒക്കെ പറഞ്ഞില്ലേ, പിന്നെ നമ്മുടെ ചീഫ് മിനിസ്റ്റർ മരിച്ചപ്പോ മൊത്തത്തിൽ ഒന്ന് സ്റ്റെക്കായി, അപ്പൊ എന്ത് ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുന്നില്ല നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ നിൽക്കുന്ന ഒരു എക്സംപ്റ്റഡ് സാലറി അത് നോൺ ടാക്സബിൾ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതെല്ലാം, പിന്നെ ഈ ഒരു പാർട്ടിൽ നമ്മൾ പറഞ്ഞു ഗ്രോസ് സാലറി ആൻഡ് ഹൗസ് റെന്റ് അലവൻസ്. ഈ ഹൗസ് റെന്റ് അലവൻസ് എന്തെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റിലേക്ക് കൊടുക്കുന്ന ടാക്സിലെ ഉൾപ്പെടുന്നതല്ല. അപ്പൊ ഉൾപ്പെടുന്നതും ഉൾപ്പെടാത്തതുമായതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ എന്ത് റിലേറ്റഡ് ആണ്? ഇൻകം ടാക്സ് റിലേറ്റഡ് ആണ്. ടാക്സ് നോട്ട് ചാർജബിൾ ഉണ്ട്, ചാർജബിൾ ഉണ്ട്. അത് രണ്ടും നിങ്ങൾ വ്യത്യാസമായിട്ട് തന്നെ നോക്കണം. അതിലുള്ള ഒരു ഇതാണ് ഫ്രീ ടാക്സ് സാലറീസ്. എന്താണ് ഫ്രീ ടാക്സ് സാലറീസ്? ഫ്രീ എന്താണ് ഫ്രീ ടാക്സ്? ആൻഡ് employee can choose to pay of tax on behalf of the employees of return from get the same from the salary paid to employee. However, while computing the income of the employee, the tax of paid by employee will be added to salary income of the employee. Okay, tax free salary, അതായത് അതിൽ തന്നെ പേരിൽ ഉണ്ടല്ലോ ടാക്സ് ഫ്രീ ആയിരിക്കും, അല്ലെങ്കിൽ ടാക്സ് ഇല്ലാത്ത സാലറീസ്. Okay, an employer can choose pay the tax behalf of the employee retain the dedicating the same from salary paid the employee. അതെന്താണ്? ചിലത് അങ്ങനത്തെ ഒരു സെക്ഷൻ ഉണ്ട്, നിങ്ങൾ മനസ്സിൽ ഡിഡക്ഷൻ ഓഫ് അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അതായത് ടാക്സ് ഫ്രീ സാലറീസും ഇതിൽ ഉൾപ്പെടും. ഇതില് ടാക്സ് ഇല്ലാത്തത് അൺചാർജബിൾ ഉണ്ട്, ചാർജബിൾ ഉണ്ട്, ടാക്സ് ഫ്രീ സാലറീസ് ഉണ്ട്, മറന്നുപോയത്. ഓക്കെ, deduction of under section 80C. Okay, deduction of under section. This section allows certain investment expense or tax. അതായത് എങ്ങനെയൊക്കെ എന്തൊക്കെ സാലറീസ് ഉൾപ്പെട്ടില്ല ഗവൺമെന്റ് എംപ്ലോയീസ് നിർബന്ധമായും ഗവൺമെന്റ് അവരോട് വാങ്ങണം എന്ന് തന്നെ നമ്മൾ ലീഗലി നമ്മുടെ ലോസും 1961 ആ ഇൻകം ടാക്സ് ആ ലോസിലൊക്കെ പറഞ്ഞത് നിർബന്ധമായും ഗവൺമെന്റ് എംപ്ലോയീസ് എന്ത് കൊടുക്കണം? ടാക്സ് ഗവൺമെന്റിലേക്ക് കൊടുത്തേ പറ്റൂ എന്നതാണ് ഈ പാർട്ടിൽ മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്തത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ.